ഹലോ സർ. ഹലോ. ഹൗ ആർ യു? ഫൈൻ, റിയലി ഫൈൻ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ മാനിപ്പുലേഷൻ്റെ പല രീതികൾ സാർ ഞങ്ങളോട് സംവദിച്ചു. പ്രധാനമായും നമ്മുടെ വാക്കുകളും ബോഡി ലാംഗ്വേജസും എങ്ങനെയാണ് മാനിപ്പുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് സാറ് വിശദീകരിച്ച് തന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ സാർ ഒരു പുതിയ ടെക്നിക്കിനെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ ടെക്നിക്കിൻ്റെ പേര് ഐസൊലേഷൻ ടെക്നിക് എന്നാണ് സാർ പറഞ്ഞത്. എന്താണ് സാർ ഐസൊലേഷൻ ടെക്നിക്? ഒരുപാട് പേർക്ക് അതറിയണമെന്ന് ആഗ്രഹമുണ്ട്. അവർ നമുക്ക് മെസ്സേജ് അയച്ചും അല്ലാതെയും പറഞ്ഞിരുന്നു. എന്താണ് ഐസൊലേഷൻ ടെക്നിക്? ഓക്കെ, ഐസൊലേഷൻ ടെക്നിക് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് അർത്ഥം. ഐസൊലേറ്റ് പറഞ്ഞാൽ ഒറ്റപ്പെടുക എന്നുള്ളത് അർത്ഥം. അതായത് ഐസൊലേഷൻ ടെക്നിക്ക് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു സംഭവം തന്നെയാണ് അതിലുള്ളത്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യണത് എന്താ വെച്ചാൽ, ഒരാൾ നിങ്ങൾ പറയണത് മാത്രം കേൾക്കണം. അത് ആര് വേണിച്ചാലും ആവാം. നിങ്ങൾ വർക്ക് ചെയ്യണ സ്ഥലത്ത് ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകിയായിരിക്കും, കാമുകനായിരിക്കും, ആര് വേണിച്ചാലും ആയിക്കോട്ടെ. അവർ നിങ്ങൾ പറയണത് മാത്രം കേൾക്കണമെങ്കിൽ ഇതാണ് യൂസ് ചെയ്യുക. ഇത് കേൾക്കൽ മാത്രമല്ല, മെയിനായിട്ട് അവരുടെ ഈഗോ അടക്കം ഇതിലൂടെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. കുറേ ടെക്നിക്സ് ഉണ്ട്. ഇതിലൂടെ മാത്രമേ ഈഗോ ഡിസ്ട്രോയ് ആവുള്ളൂ എന്നില്ല. പക്ഷെ ഇതിലൂടെ നിങ്ങൾക്ക് അവരുടെ ഈഗോ ഡിസ്ട്രോയ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് ഇത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, നമുക്ക് ഈ ഐസൊലേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്ന ആൾക്ക് കുറച്ച് ക്ഷമ വേണം. കാരണം ഇത് ഒറ്റയടിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമല്ല, കുറച്ച് ദിവസത്തെ ഒരു പ്രൊസീജിയറാണ് ആക്ച്വലി ഇപ്പോൾ ഈ ഐസൊലേഷൻ ടെക്നിക്കിലൂടെ നമ്മൾ ചെയ്യേണ്ടത് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഈ ഐസൊലേഷൻ ടെക്നിക്ക് ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക? പ്രധാനമായും ആളുകൾ ഈ ഐസൊലേഷൻ ടെക്നിക്ക് എവിടെയൊക്കെയാണ് പ്രയോഗിച്ചു വരുന്നത്? ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ വർക്കിംഗ് പ്ലേസിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇമോഷൻസ് എല്ലാവരുടെയും ഒരുപോലെ തന്നെ. അതുകൊണ്ട് ഇതിന് ഒരാൾ നമ്മൾ പറയണ അനുസരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ അതിനുള്ളൂ. നമ്മൾ പറയണത് മാത്രമേ അയാൾ അനുസരിക്കണം, അത്രയേ ഉള്ളൂ മെയിനായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു ലീഡർ ആവണമെങ്കിലും, നിങ്ങളൊരു ലീഡർ ആണെങ്കിലും നിങ്ങൾ അയാൾ ബഹുമാനിക്കില്ല എന്ന് വെച്ചോളൂ. അപ്പോൾ ഈ ഐസൊലേഷൻ ടെക്നിക്ക് അയാളുടെ അടുത്ത് ഈസി ആയിട്ട് പ്രയോഗിക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ കാമുകി കുറച്ച് ഈഗോയിസ്റ്റിക്കാണ്, അവൾക്ക് സൗന്ദര്യം കൂടുതലുണ്ട്, അതുകൊണ്ട് നീ ഇല്ലെങ്കിൽ വേറൊരാൾ വരും, ഇങ്ങനെയൊക്കെ അവർ ഡയലോഗ് അടിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിലും, അതുപോലെ ഒരു പുരുഷനാണെങ്കിലും ഇത് പരസ്പരം യൂണിസെക്സ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അല്ലാണ്ട് ഇത് ഒരാളുടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്, അതെന്തായാലും ഞാൻ പറഞ്ഞുതരാം. ഒരാൾ നിങ്ങൾ പറയണത് കേൾക്കുന്നില്ല എന്ന് വെച്ചോളൂ. അയാൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ഐസൊലേഷൻ ടെക്നിക്കിലെ പേര് പോലെ തന്നെ അയാളെ ഇങ്ങോട്ട് ഐസൊലേറ്റ് ചെയ്യുക, അതായത് അയാളെ ഒറ്റപ്പെടുത്തുക. മെയിനായിട്ട് ഒറ്റപ്പെടുത്തുമ്പോൾ മെയിനായിട്ട് അയാൾ നിങ്ങളുടെ അടുത്ത് ചൂടാകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചൂടാവാതെ ഒന്നും മിണ്ടാണ്ട് പോവുക. വേറൊന്നും ചെയ്യണ്ട, ആദ്യം മിണ്ടാണ്ട് പോവുക. പിന്നെ മിണ്ടാനേ പാടില്ല ഒരു കാര്യത്തിനും. എല്ലാ കാര്യത്തിലും അയാളെ അവോയ്ഡ് ചെയ്യുക. അയാൾ വെറുതെ മിണ്ടാണ്ട് മോം വീർപ്പിച്ചിരിക്കാനല്ല ഞാൻ പറയണത്. അയാളുടെ കൂടെയുള്ള ആൾക്കാരായിട്ട് കുറച്ച് നല്ല ചങ്ങാത്തത്തിലാവുക. ആ കൂടെയുള്ള ആൾക്കാരുടെ വീക്ക്നെസ് എന്താണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അത് പലതായിരിക്കും. അത് കുറേ കൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അവർക്ക് വേണ്ടി ക്യാഷ് സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ടൈം മെയിനായിട്ട് സ്പെൻഡ് ചെയ്യാം. അവർ പറയണ കാര്യങ്ങൾ കേൾക്കാം. അതായത് ഫ്രണ്ടിൻ്റെ കാര്യങ്ങൾ, നിങ്ങൾ ഒറ്റപ്പെടുത്തിയ ആളുടെ അല്ല, ഒറ്റപ്പെടുത്തിയ ആളുടെ കൂട്ടുകാരുടെ കാര്യങ്ങൾ, അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങൾ, ഇവരൊക്കെ ആയിട്ട് കുറച്ച് ചങ്ങാത്തം കൂടെ വെച്ചിട്ട് അവർക്ക് ഒന്ന് എന്തെങ്കിലും കാര്യം ഓഫർ ചെയ്യാം നിങ്ങൾക്ക് മെയിനായിട്ട്. ഇതൊക്കെ ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ ഇതിനെല്ലാം ഉപരി മെയിനായിട്ട് എല്ലാവർക്കും ഒരു കാര്യം ഓഫർ ചെയ്യുക. നിങ്ങൾ ഒറ്റപ്പെടുത്തിയ ആൾക്ക് മാത്രം എല്ലാ കാര്യവും ഒന്ന് നിഷേധിച്ച് നോക്കൂ. എന്തെങ്കിലും നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ അവിടെ ഒരു ഒറ്റപ്പെട്ട ഫീൽ വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് മാത്രം പറയാണ്ടിരിക്കുക, ബാക്കി എല്ലാവരുടെ അടുത്തും പറഞ്ഞേക്ക്. പക്ഷേ ഇതൊരു ശത്രുതയായി അയാൾ കണക്കാക്കില്ലേ? നമ്മൾ അയാളോട് പക പോക്കുകയാണ് എന്നൊരു ചിന്ത അയാളിൽ വരില്ലേ? അത് കൂടുതലായി അയാളോട് തന്നെ അയാൾക്ക് ഒരു അമർഷവും മറ്റും ഉണ്ടാക്കാൻ ഇടയാക്കില്ലേ സർ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ശത്രുത മാത്രമല്ല, ഒരാൾ ഒറ്റപ്പെട്ടു എന്ന് അയാൾക്ക് തോന്നുമ്പോൾ മെയിനായിട്ട് ഒന്നുമില്ലെങ്കിൽ അയാൾ സെൽഫായിട്ട് വളരാൻ ശ്രമിക്കണം. അത് ഭൂരിപക്ഷം പേർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഈ ഒറ്റപ്പെടുത്തൽ അയാൾക്ക് തോന്നി തുടങ്ങിയെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ എന്തെങ്കിലും അയാളുടെ അടുത്ത് സംസാരിച്ചാൽ മതി എന്നുള്ള ഒരു ഇത് വരും. അതിൽ ശത്രുത ഉണ്ടാവും. നിങ്ങൾ ചോദിച്ചില്ലേ ശത്രുത ഉണ്ടാവില്ല എന്ന്?
ഈ ശത്രുത ഉണ്ടാകുമ്പോൾ അയാൾ ചോദിക്കും നീ എന്താ എൻ്റെ അടുത്ത് മാത്രം പറഞ്ഞില്ല എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ടെക്നിക്സ് അവിടെ യൂസ് ചെയ്ത് തുടങ്ങേണ്ടത്. പക്ഷേ ഒരാളെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ഒരു കൂട്ടത്തിനെ ഉപയോഗിക്കുന്നത് ഒരു വീക്ക് പോയിൻ്റ് അല്ലേ? കാരണം ഒരു കൂട്ടത്തെ ഉപയോഗിച്ച് ഒരാളെ ഒറ്റപ്പെടുത്തുക, അതിലൂടെ അയാളെ പാഠം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു തരം ഈഗോയല്ലേ സർ? ഈഗോ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നമ്മൾ എന്തായാലും മെയിനായിട്ട് മാനിപ്പുലേഷൻ ആണല്ലോ പഠിപ്പിക്കണത്. ഇവിടെ അങ്ങനെ ശരി തെറ്റൂല. നമുക്ക് വേണ്ടി അയാളെ എന്താ വെച്ചാൽ ചെയ്യിപ്പിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ശരിയാണ്, അയാൾ ഒറ്റപ്പെടും. പക്ഷെ നമ്മുടെ കാര്യം സാധിച്ചെടുക്കണമല്ലോ എന്തൊക്കെയാലും, അതാണല്ലോ മാനിപ്പുലേഷൻ. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അയാൾ നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല. അയാളുടെ ഈഗോയോ അല്ലെങ്കിൽ അയാളുടെ ശത്രുതയോ അല്ലെങ്കിൽ അയാളുടെ മനോവിഷമങ്ങളോ നമ്മുടെ അടുത്തേക്ക് അയാളെ എത്തിക്കുന്നില്ല എന്ന് കരുതുക. ഈ അവസരത്തിൽ ഈ ഒരു ടെക്നിക്ക് ഫ്ലോപ്പായി പോകില്ലേ? ഇല്ല, ഫ്ലോപ്പ് ആവില്ല. അവിടെ അല്ലേ നമ്മുടെ തുടക്കം. അവിടെ നിന്നാണ് നമ്മൾ ടെക്നിക്സ് യൂസ് ചെയ്യേണ്ടത്. അതായത് ക്രിയേറ്റ് എ ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി, അതായത് ഒരു തെറ്റായ സുരക്ഷാബോധം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അയാൾ ഒന്ന് ചിരിച്ച് തരുന്നുണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉറപ്പിക്കാം അത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അയാൾ കേൾക്കാൻ വില്ലിങ് ആണ് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യവും അപ്പോൾ പറയരുത്. അതുപോലെ ഒരു കാര്യവും ഒരു വർക്കും അയാളെ ഏൽപ്പിക്കുകയും ചെയ്യരുത്. നിങ്ങൾ അയാളിപ്പോൾ എല്ലാ വർക്കും ചെയ്യാൻ വില്ലിങ് ആയിരിക്കും ഈ സമയം തന്നെ. കാരണം നിങ്ങളൊന്ന് ചിരിച്ചാൽ തന്നെ അയാളുടെ ഇൻസെക്യൂരിറ്റി ഫീൽ അവിടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുക. പക്ഷെ ഈ സമയത്ത് ഒരിക്കലും അയാൾക്ക് നിങ്ങളൊരു വർക്ക് കൊടുക്കാൻ പാടില്ല. പക്ഷെ വേറൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഇനി ഒരിക്കലും പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. അപ്പോൾ പതിയെ അയാളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം എന്തായാലും കിട്ടും. പക്ഷേ വർക്കിംഗ് പ്ലേസിലെ ഒരു എംപ്ലോയി ആണെങ്കിൽ വർക്ക് കൊടുക്കാതെ, അതായത് നമ്മളിപ്പോൾ ഒരു ബോസ് ലെവലിലുള്ള ഒരാളാണെങ്കിൽ വർക്കിംഗ് പ്ലേസിലെ എംപ്ലോയിയോടാണ് ഇത്തരമൊരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വർക്ക് കൊടുക്കാതെ എങ്ങനെ മുന്നോട്ട് പോകും സർ? വർക്ക് കൊടുക്കണം. ഇപ്പം നിങ്ങളൊരു നല്ല ലീഡർ ആണെങ്കിൽ ഒരിക്കലും ആദ്യം തന്നെ എല്ലാ കാര്യവും അവരുടെ അടുത്ത് പറയരുത്. എല്ലാം ആ ടൈം ടു ടൈം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതൊരു പവർ ഉണ്ടാക്കാനുള്ള ഒരു ലോ തന്നെയാണ്. നിങ്ങൾക്കൊരു നല്ല ലീഡർ ആവണമെങ്കിൽ ഈ ഒരു ടെക്നിക്ക് എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യണം. അത് ആദ്യം തന്നെ ഒരു കാര്യവും പറയരുത്. അറ്റ് എ മൂമെൻറ്റ് അല്ലെങ്കിൽ തൊട്ട് മുമ്പ് മാത്രമേ ഫുൾ ക്ലാരിറ്റി കൊടുക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളവരുടെ അടുത്ത് ഒന്നും പറയാനും പാടില്ല. ഇപ്പം നാളെ ഇന്ന വർക്ക് ഉണ്ടെങ്കിൽ നാളെ രാവിലെ വരാൻ പറയാം, പക്ഷെ എന്ത് ചെയ്യണമെന്ന് ഒരിക്കലും പറയരുത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് നിസ്സഹായാവസ്ഥ അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവർ ഈസി ആയിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു വർക്ക് സ്പേസിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണ് എന്നുള്ളത് ഓൾറെഡി അറിയാമെങ്കിൽ അവിടെ ഈ സസ്പെൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും? ഫോർ എക്സാമ്പിൾ, ഒരു ക്യാമറാമാനോ എഡിറ്ററോ ഗ്രാഫിക്സ് ഡിസൈനറോ ആരുമാകാം, അവരിൽ ഒരാളായിട്ടുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് അടുത്ത ദിവസം അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുപോലെ സാർ പറഞ്ഞ പോലെ ഒരു സസ്പെൻസ് ഓറിയൻറ്റഡായി അവരെ സമീപിക്കാനായിട്ട് എങ്ങനെ സാധിക്കും? അവർക്ക് ഓൾറെഡി എന്താണ് അവിടെ ചെയ്യേണ്ട വർക്ക് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകില്ലേ? ഉണ്ടാവും. അവരവരുടെ വർക്കിൽ മാത്രമേ ധാരണ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്ത് വർക്കാണ് വരണമെങ്കിൽ അവർക്കൊരു ധാരണ ഉണ്ടാവില്ല. അത് കൊടുക്കണ ആൾക്കാണ് ഇമ്പോർട്ടൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അയാളുടെ തീരുമാനമായിരിക്കും ഏറ്റവും വലിയ ബെസ്റ്റ്. അത് എപ്പോഴും സസ്പെൻസ്ഫുൾ ആക്കിയിട്ട് തന്നെ നിങ്ങൾ വെക്കുക തന്നെ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാവരെയും ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് മച്ച് കൺവിൻസിങ് സർ. വർക്ക് സ്പേസുകളിലല്ലാതെ വേറെ എവിടെയൊക്കെയാണ് ഈ ഐസൊലേഷൻ ടെക്നിക് യൂസ് ചെയ്യാൻ സാധിക്കുക? കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളിൽ എങ്ങനെയാണ് ഐസൊലേഷൻ ടെക്നിക് യൂസ് ചെയ്യേണ്ടത്? ഏത് സാഹചര്യത്തിലാണ് റിലേഷൻഷിപ്പുകളിലും മറ്റും ഐസൊലേഷൻ ടെക്നിക് യൂസ് ചെയ്യേണ്ടി വരിക? ഈ കുടുംബ ബന്ധങ്ങളിലേക്ക് വരണ മുമ്പ് നമുക്ക് ആദ്യം റിലേഷൻഷിപ്പിലേക്ക് പോവാം. അതിനുശേഷം നമുക്ക് ഭാര്യ ഭർത്താവിൻ്റെ ബന്ധത്തിലേക്ക് പോവാം. അതാണ് കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ